Hello, we are live now. Hello, everyone. Hi, everyone. Hi. Hello. So today we are here again with another live business discussion. So എൻ്റെ കൂടെ എൻ്റെ ടീമിലുള്ള very important women entrepreneurs ആണ് കൂടെ ഉള്ളത്, and they are here to answer one of the very important question, isn't it? നമുക്ക് വരുന്ന പല എൻക്വയറീസിൽ നമ്മളുടെ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, why do I need to pay the 149 to know more about this business? Can you not just say about it? എന്തിനാണ് നമ്മൾ അത് കൊടുക്കേണ്ട ഒരു കാര്യം? അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കുറച്ചും കൂടി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ പാനൽ ഓഫ് എന്റർപ്രണേഴ്സ് ഇന്ന് വന്നേക്കുന്നത്. സോ ടുഡേ ഐ ഹാവ് വിത്ത് മീ ചിഞ്ചു, മഞ്ജു, Reshu, and Annie. And I will be asking these questions to them, and let's see what they have to say today. So let's go to Gino first. Gino, so what do you think? Can we not just explain the business to everyone personally instead of asking them to pay and watch the videos? Yeah, that's a great question, Sibi, and thank you so much for this opportunity. So, എൻ്റെ പേര് ജീനു, ഞാൻ വാൻകൂവറിലാണ്. ഞാനൊരു IT പ്രൊഫഷണലാണ്, ഇപ്പോൾ ഒരു പ്രൗഡ് ഡിജിറ്റൽ ബിസിനസ് ഓണറും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, എന്തിനാണ് നമ്മൾ ഈ 149 പേ ചെയ്യുക എന്നുള്ളത്. അപ്പം എനിക്കും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈവൻ നിങ്ങൾക്ക് എന്താണ് ഈ ആഡിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞാൽ എന്നുള്ളത് ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രീ വെബിനാറിന് ആക്സസ് കൊടുത്തതിന് ശേഷം നമ്മൾ പറയും സെക്കൻഡ് സ്റ്റെപ്പ് 149 പേ ചെയ്യുമ്പോഴാണ് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അപ്പം അത് ഒന്ന് ചുരുക്കി പറഞ്ഞു തരുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നമ്മുടെ ബിസിനസ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു 3-4 അവേഴ്സിന്റെ വീഡിയോസ് ആയിട്ട് പ്രൊഫഷണലി ക്രിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, 3-4 അവേഴ്സിന്റെ വീഡിയോസ് നമ്മൾ വരുന്ന ഓരോ ലീഡ്സിനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ എത്ര സമയം പോകുമായിരിക്കും. നമുക്കൊരു ഡെയിലി കുറെ ലീഡ്സ് വരുന്നുണ്ട് ആക്ച്വലി, അല്ലെ? കുറച്ചു പേര് ക്യൂരിയസ് ആയിരിക്കും, കുറച്ചു പേര് സീരിയസ് ആയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇത്രയും മണിക്കൂറിന്റെ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ടൈം വേസ്റ്റ് ആണ്, അവർക്കും എത്ര നേരം അത് കേട്ടിരിക്കാൻ പറ്റുമായിരിക്കും. നമ്മളിപ്പോ ഒരു ഷോർട്സ് ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയമാണ്. അപ്പൊ നമ്മൾ പറയുമ്പം അവർക്കൊരു 10 മിനിറ്റ് മേ ബി ശ്രദ്ധിക്കാൻ പറ്റും, അത് കഴിയുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ പോകും. അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു പ്രൊഫഷണലി ക്രിയേറ്റഡ് ആയിട്ട് വീഡിയോസ് വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് പോയി അവരുടെ സമയത്തിന് വാച്ച് ചെയ്യാം, ബ്രേക്സ് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ വിട്ടുപോകും, കുറെ കാര്യങ്ങൾ അവർ മറന്നുപോകും, പിന്നെയും വന്ന് അവർ ചോദിക്കും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്സസ് നമ്മൾ കൊടുക്കുന്നത്. സോ ദാറ്റ് ദേ ക്യാൻ വാച്ച് മൾട്ടിപ്പിൾ ടൈംസ്, ദേ ക്യാൻ ടേക്ക് ബ്രേക്ക്, ആൻഡ് എപ്പോഴാണോ അവർക്ക് സമയം അവൈലബിൾ ആയിട്ടുള്ളത് അന്നേരം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉള്ളതാണ് നല്ലത്. ഇപ്പൊ ഏതൊരു കാര്യത്തിനാണെങ്കിലും പ്രോസസ്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു ജോലിക്ക് കയറിയാലും അവിടെയും നമുക്ക് കുറെ ആദ്യം അവർ തരാൻ പോകുന്ന കുറെ വീഡിയോസ് വാച്ച് ചെയ്യാനായിരിക്കും, അല്ലാതെ എല്ലാം ആദ്യമേ പറഞ്ഞു കൊടുക്കുക ആയിരിക്കത്തില്ല. സോ എപ്പോഴും ഒരു പ്രോസസ്സ് ഉള്ളതാണ് നല്ലത്. ഒരു നല്ലൊരു കമ്പനിയോ നല്ലൊരു ബിസിനസ്സോ ആകുമ്പോൾ അതിനൊരു പ്രോപ്പർ പ്രോസസ്സ് കാണും. അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. സിബി, താങ്ക് യു സോ മച്ച്. Thank you, Gino. Yes, attention span le pinne important information miss avadirikkanayitte. It's very important that you watch those videos by paying the 149 pounds, no, US dollars. And my next question goes to Reshu. So Reshu, tell me what exactly, so Gino covered a little bit, but what exactly do they get once they take action and pay the 149 US dollars? എൻ്റെ പേര് രേഷ്മ. ആദ്യം തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഹസ്ബൻഡും മോനുമായിട്ട് കാനഡയിൽ വന്നിട്ട് 5 വർഷമായി. ഞാൻ ഫോമർ ബീങ് ടെക്നീഷ്യനാണ്, ഇപ്പോൾ ഫുൾ ടൈം ബിസിനസ് ഓണറാണ്. സിബിയുടെ ചോദ്യത്തിലേക്ക് വരാം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഈ 149 എന്ന് പറയുന്നത് ഇറ്റ്സ് not just a payment, it's an investment to our into your clarity അല്ലെങ്കിൽ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ 149 നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു
പ്രീ കോച്ചിങ് വീഡിയോസ് ആണ് നമുക്ക് കൈ കിട്ടുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് അതൊരു 2 hours ലെങ്തി എന്ന് പറഞ്ഞാൽ ഒരു 7 വീഡിയോസ് ആയിട്ട്, അത് ഓരോ വീഡിയോയിലും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു 7 വീഡിയോസ് തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നമുക്ക് കുറച്ച് ക്ലാരിറ്റി തരാനായിട്ട്, നമ്മൾ എന്താണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ എന്താണ് ബിസിനസിന്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അത് ഏതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ പ്ലാൻ എന്നിവയൊക്കെയാണ് ആ പ്രീ കോച്ചിങ് വീഡിയോസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഒരു നമ്മുടെ ഓൺ പേസിൽ ഇരുന്ന് നമുക്ക് വാച്ച് ചെയ്യാം. എത്ര നമുക്ക് നോട്ട്സ് എഴുതിയെടുക്കാം, നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നമ്മുടെ പോയിന്റ്സ് നമുക്ക് കണ്ട് മനസ്സിലാക്കി നമുക്കത് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു ലൈഫ് ലോങ് നമ്മൾ ഈ ജേർണിയിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളത് നമുക്ക് ഷുവർ ആക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം നമുക്കൊരു ഫുൾ ടൈം മെന്റർ ഓർ ഒരു കോച്ച് ഉണ്ടാവും. അപ്പോൾ ഈ മെന്റർ എന്ന് പറയുമ്പോൾ ഇതിൽ ഇപ്പൊ നമ്മുടെ ആരുടെ വെബ്സൈറ്റിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും നമുക്ക് മെന്റർ. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഈ പറയുന്ന വീഡിയോസിലൂടെ തന്നെ നിങ്ങൾ നമ്മളെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിൽ ആർക്ക് വേണം, നിങ്ങൾ ആരെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് മെന്ററായിട്ട് സജസ്റ്റ് അല്ല എടുക്കാം. ആൻഡ് കോച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞങ്ങളുടെ ഒരു വൺ ഓഫ് ദ അമേസിംഗ് കോച്ചാണ് വിനീത. അറിയുന്നുണ്ടാവും, ഞങ്ങളുടെ വാച്ച് ചെയ്യുന്നവർക്ക് എന്തായാലും വിനീതയും അറിയായിരിക്കും. വിനീത തന്നെയാണ് നമ്മുടെ കോച്ചായി വരുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോസിലൂടെ നമുക്ക് ഒത്തിരി എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന അല്ലാതെ കോച്ചിങ് വീഡിയോയിലൂടെ കോച്ചും ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നതായിരിക്കും. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു 30 days കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു റീഫണ്ടബിൾ ആണ് എന്നുള്ള കാര്യം. ഈ 30 days നമുക്ക് ഈ 3 hours അല്ലെങ്കിൽ 2 hours ഉള്ള ഈ വീഡിയോ നമുക്ക് ഈ 30 days-നുള്ളിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സിബി. താങ്ക് യു സോ മച്ച് രേഷു. അപ്പം നമ്മൾ ഈ പറയുന്ന $149 is not really a payment, it's the deposit. So it is 30 days risk-free trial. So you can know everything inside out about the business by watching the video. If it's not for you, then obviously you can have the refund. So next question is to you, Manju. So അപ്പം നമ്മൾ പറയുന്നു ആൾക്കാരോട്, ഓക്കെ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ കണ്ടു കഴിയുമ്പം they want to know more about the business, they have to pay $149. But is it all that I need to start this business? അതാണ് അടുത്ത ചോദ്യം വരുന്നത്. ഇത്രയും മതിയോ ഇൻവെസ്റ്റ്മെന്റ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? Okay, thank you so much for that interesting question, Sibi. So എല്ലാവർക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ ആനിസ് മഞ്ജു, മോൺട്രിയലിലാണ്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. അതോടൊപ്പം ഞാൻ ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ ഒരു മെൻറ്റർ കൂടിയാണ്. അത് സൈഡ് ഹസലായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾക്ക് 149 മാത്രമല്ല ഇതിനകത്ത് പേ ചെയ്യേണ്ടത്. 149 അത് ഒരു കൈൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഫീ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്ത് കാര്യം നമ്മൾ ജോയിൻ ചെയ്യണേലും ഒരു സർട്ടൻ ഇൻവെസ്റ്റ്മെന്റ് ഒരു രജിസ്ട്രേഷൻ നമുക്കുണ്ടാവും. അങ്ങനെ ആയിട്ട് കരുതിയാൽ മതി ഈ 149. കാരണം 149 പേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം ഇതൊരു ബിസിനസ്സാണ്. നമ്മൾ എല്ലാവരും ജോബല്ല ബിസിനസ്സാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. കാരണം നമ്മൾക്ക് സാധാരണയായി നമ്മൾക്ക് കണ്ടുവരുന്ന ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേയധികം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇതൊരു ഫ്രാഞ്ചൈസ് മോഡൽ ബിസിനസ്സാണ്. അപ്പോൾ നമുക്കതിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റായിട്ട് വേണം. എന്താ പറയുക, വളരെ കുറച്ച് എമൗണ്ട് കൊണ്ട് നമുക്കൊരിക്കലും ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണോ വലിയ എമൗണ്ടിൽ എങ്ങനെ വേണേലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. പക്ഷേ ഇതിന് നമ്മളുടെ ബിസിനസ്സിന് പല രീതിയിലുള്ള ഫൈനാൻസിങ് ഓപ്ഷൻ ഉണ്ട്. അതിനൊരു കോച്ചിങ് കോൾ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കോച്ചിങ് കോളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ കോച്ച് ഇതിൻ്റെ സ്ട്രാറ്റജീസ് നമ്മുടെ ബഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഏത് ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അവർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതായത് നമ്മളിപ്പോൾ ചിലർക്ക് ബിഗ് എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബിഗ് എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഇൻകം സ്കീംസ് ഉണ്ട്. അതിൽ ഏത് ചൂസ് ചെയ്യണം ഇതെല്ലാം നമ്മൾ കോച്ചിങ് കോളിൽ വന്നു കഴിയുമ്പോഴാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 149 നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ സീരിയസ് ആയിട്ട് ഇതിനകത്ത് ഇത് ചെയ്യണം, എനിക്കൊരു ഗ്രോത്ത് വേണം, എനിക്കൊരു ഡിഫറൻസ് വേണം, ലൈഫിലൊരു ചേഞ്ച് വേണമെന്നൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്കാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ജീനു രേഷ്മയൊക്കെ പറഞ്ഞ മാതിരി നമ്മൾക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ബേസിൽ കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോച്ചിങ് കോളിൽ വന്നു കഴിയുമ്പോൾ എല്ലാ സ്ട്രാറ്റജീസും എക്സ്പ്ലെയിൻ ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഏത് ഫൈനാൻസിങ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് എല്ലാത്തിനും ഹെൽപ്പ് ഉണ്ട്. നമ്മുടെ മെൻറ്ററും കോച്ചും എല്ലാവരും ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അതെല്ലാം വഴിയായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. Thanks, Manju. So there is option for anyone if they're really interested. Investment, yes, it is not a job, it's a business. So like any business, there is investment, but there are options how much you want to invest and what strategies you want to use. So ഈ വീഡിയോസ് കാണുമ്പം അത് മനസ്സിലാകും, and you'll be able to make that decision. So my next question is to Chinju now. So Chinju, you've been in this business for a little while. So why do we, so എല്ലാവരും ഓരോ റീസൺസ് പറഞ്ഞു, അപ്പം ഇത് ജോയിൻ ഫുള്ളി ചെയ്യാനായിട്ട് ഈ സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യം ഉണ്ടോ? Okay, thank you CB. First of all, I'll introduce myself. എൻ്റെ പേര് ചിഞ്ചു. ഞാൻ കാനഡയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഞാനൊരു ഹോം മേക്കറാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ജോയിൻ ചെയ്യാന്നുള്ളത് ഇത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റി അല്ല, അതൊരു ഫിൽറ്ററാണ്. നമുക്ക് എവറി ഡേ നമുക്ക് ഒത്തിരി മെസ്സേജസും നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് മോർ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു 149 എടുത്ത് ജോയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു ട്രൂ ആയിട്ട് ഇതിലൊരു ചേഞ്ച് വേണം. ഇപ്പോൾ ജീനും അതേപോലെ മഞ്ജു ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ട്രൂലി ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ, അതല്ലാതെ വെറുതെ ചിലർക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ നമ്മളുടെ ടൈം വേസ്റ്റും ആണ്, അതൊരു ഇല്ലാതെ പോകും. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, നമ്മുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുക, ഒരു ബെറ്റർ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. വെറുതെ ജസ്റ്റ് കണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതല്ല. നമുക്കൊരു ബെറ്റർ പേഴ്സൺ എല്ലാ തലത്തിലും ഒരു ബെറ്റർ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ സീരിയസ്, ടേക്ക് ദ സ്റ്റെപ്പ്, യുവർ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് വിത്ത് ആക്ഷൻ. സോ ദാറ്റ്സ് അബൌട്ട് like my point. Thank you. Thank you. Yes, we need people who are really committed to come and take the action. അല്ലെങ്കിൽ നമുക്ക് ഇരുന്നെല്ലാവരും ചെയ്യാനുള്ള അതിന്റെ whole point of being getting the flexibility of time we are not getting by doing this business, right? A very good point. So next question to Annie. So can people really get their money back if they watch all the videos and everything and they ask the questions and they think that it's not for them? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആനി ആണ്. ഞാൻ നേഴ്സായിട്ട് US വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നിട്ട് ഇപ്പം 8-9 മാസത്തോളമായി. ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് 149 കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കൊടുത്തതിന് ശേഷം അത് തിരിച്ചു കിട്ടുമോ എന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. പക്ഷേ അത് റിയലായിട്ട് 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ആ മണി തിരിച്ചു കിട്ടും. അപ്പോൾ അതിനു മുമ്പ് ആ 30 ഡേയ്സിനുള്ളിൽ നമുക്കതിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരിക്കും, 90 മിനിറ്റ്സ്. ഇനി ആർക്കും ആ 90 മിനിറ്റ്സ് വീഡിയോ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് കണ്ട് ഈ ബിസിനസ്സിനെ പറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നല്ല കുറേ ആൾക്കാർ ഇതിനകത്ത് കൂടുതലും വിന്നാകുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പറയുകയാണെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ ഈ 149 തിരിച്ചു കിട്ടും. അതാണ് എൻ്റെ അഭിപ്രായം. Thank you so much, Annie. Thank you. So thank you all everyone for contributing to this discussion. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഈ 149 is not, it's something for you to learn, but it's also for people that
we can filter, as Chinchu said, filter so that we know that the committed people are coming, so that then we can give more information. അപ്പം ഇത് സത്യം പറഞ്ഞാല് ഈ 149 കൊടുത്തു കഴിഞ്ഞാല് അത് ഞാനും അത് തന്നെയാണ് ചെയ്തത്. അതിനു മുമ്പ് ഞാനും ഇങ്ങനെ കുറെ ഡൗട്ടിലായിരുന്നു. I was scrolling the social media, feeling stuck, not knowing what to do. But as a nurse educator working in UK for quite a few years, it was a struggle for me too. So like I wanted something as a side hustle. But as soon as I paid 149, I watched the videos, I knew this was something that I can do, and I am in it today. So thank you all for sharing these powerful stories. So if you are interested, please register on our website and we can give you more information. So thank you all ladies. Bye-bye. Bye. Thank you. Bye.